ഇൻ്റലക്ച്വൽ റബ്ബിഷ് എന്നൊരു വാക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. ഈ മൂഢവിശ്വാസങ്ങളെ സംബന്ധിച്ച് ആണ് ഈ വാക്ക് പരാമർശിച്ച് കാണാറുള്ളത്. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പല്ലുകളുടെ എണ്ണം കുറവാണ് എന്നാണ് മഹാനായ അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചിരുന്നത് അത്രേ. അങ്ങനെ ഒരു അഭിപ്രായത്തിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയുടെ വായ തുറന്ന് എത്ര പല്ലുണ്ട് എന്നൊന്നും എണ്ണി നോക്കാൻ തോന്നിയില്ല എന്നാണ് സുപ്രസിദ്ധ ചിന്തകനായ ബർട്ടൺ റസൽ ഇൻ്റലക്ച്വൽ റബ്ബിഷ് എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പല മൂഢവിശ്വാസങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലല്ല, ഇംഗ്ലണ്ടിൽ പോലും ഉണ്ട്. ഒരു ഇംഗ്ലീഷുകാരൻ 10 ഫ്രഞ്ചുകാരെ തോൽപ്പിക്കും എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ ഒരു അഹങ്കാരം ഇംഗ്ലീഷുകാരുടെ ഇടയിലുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷുകാർ വലിയ മിടുക്കന്മാരും ഫ്രഞ്ചുകാർ വെറും കൊഞ്ഞാണന്മാരുമാണ് എന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ചില പ്രത്യേക പ്രദേശങ്ങളെക്കുറിച്ച്, ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ചൊക്കെ ഇതുപോലെ പല പല അബദ്ധധാരണകളും മൂഢത്തരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഞാനത് ആനുഷംഗികമായിട്ട് പറഞ്ഞെന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത്, ഇപ്പോഴൊന്നും എനിക്കറിയില്ല, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പൊതുവേ ഈ KSUക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വളരെ ബുദ്ധി കുറഞ്ഞ ആളുകളാണ്. സബ് ഹ്യൂമൻ എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് ആളുകൾ ധരിച്ചിരുന്നത്. ഞാനടക്കമുള്ള അന്നത്തെ ഇടതുപക്ഷക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ധരിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, ഇതൊക്കെ ഏത് യൂത്ത് കോൺഗ്രസ്സുകാരനും ചെയ്യാവുന്ന കാര്യമാണ്. കാരണം യൂത്ത് കോൺഗ്രസ്സുകാർ പൊതുവേ ബുദ്ധി കുറഞ്ഞവരാണ്, സാമർഥ്യം കുറഞ്ഞവരാണ്, പ്രാഗൽഭ്യം കുറഞ്ഞവരാണ്, പുതിയ കതർ ഷർട്ട് ബ്ലേഡ് കൊണ്ട് കീറി ഉമ്മൻചാണ്ടിക്ക് പഠിക്കുന്നവരാണ് എന്നൊക്കെയാണ് ആ കാലത്ത് പൊതുവെ ആളുകൾ വിചാരിച്ചത്. ബുദ്ധിയും വൈഭവവും പ്രാഗൽഭ്യവും സാമർഥ്യമൊക്കെ ഉള്ള ആളുകൾ അവർ SFIയിലോ AISFയിലോ അങ്ങനെ ഏതെങ്കിലും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളിൽ ചേരും. അവർ ബുദ്ധിജീവികളായിട്ട് നടക്കും. അവർ നെരൂദയുടെ കവിത വായിക്കും, പിക്കാസോയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ കുറസോവയുടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് മൈലുകൾ നടന്ന് ഈ നാട്ടുപുറത്ത് മൂട്ടകടി കൊള്ളുന്ന ചില തിയേറ്ററിലൊക്കെ പോകും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും എനിക്കറിയില്ല. അന്ന് ഈ KSUക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും ആ വഴിക്ക് പോയില്ല. അവർ വല്ല സർട്ടിഫിക്കറ്റ് പടം കാണുന്ന തിയേറ്ററിൽ പോകും, ഉച്ചപ്പടം കാണുമ്പോൾ. അങ്ങനെയായിരുന്നു പണ്ടത്തെ കാലം. ഇപ്പോൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണില്ല. ഏതായാലും യൂത്ത് കോൺഗ്രസ്സുകാരെ കുറിച്ച് പൊതുവെ ഉണ്ടായിരുന്ന ആ മൂഢവിശ്വാസം മാറ്റേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മൂത്ത് കോൺഗ്രസ്സുകാരെക്കാളൊക്കെ ബുദ്ധിയും വൈഭവവും പ്രാഗൽഭ്യവും ഉള്ള യൂത്തന്മാരെയാണ്. ഇപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ കാര്യം തന്നെ നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു ചെറുപ്പക്കാരൻ. ഇയാൾ തെന്നല ബാലകൃഷ്ണപിള്ള സാറിൻ്റെ അനന്തരവനാണെന്നാണ് പുള്ളി അഭിനയിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു തെന്നലയുടെ ബന്ധുക്കാരനാണ്. സത്യത്തിൽ തെന്നല ബാലകൃഷ്ണപിള്ളയുമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല, പുലബന്ധവുമില്ല. തെന്നല ചേട്ടന് ഇദ്ദേഹത്തെ അറിയാൻ തന്നെ പാടുണ്ടായിരുന്നില്ല എന്ന് തെന്നലയുടെ ശരിക്കും അനന്തരവനായിട്ടുള്ള ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഈ പുള്ളി ആ കാര്യത്തിൽ പോലും നമ്മളെ പറ്റിച്ചു എന്ന് മനസ്സിലായത്. അങ്ങനെ കൗശലക്കാരനായ ഒരു നേതാവ്, അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണെങ്കിലും പാലക്കാട് ജില്ലയിൽ ഒരു സീറ്റ് പിടിച്ചു മേടിച്ചു. അത് തന്നെ വലിയൊരു അത്ഭുതമല്ലേ. ഷാഫി പറമ്പിൽ പറഞ്ഞു, സതീശൻ ചേട്ടാ ആ സീറ്റ് രാഹുലിന് കൊടുക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ട് എന്താ ബന്ധം? വല്ല പ്രേമബന്ധമുണ്ടോയെന്ന് നമുക്കറിയില്ല. അല്ലാതെ ഒരു ബന്ധമില്ല. പത്തനംതിട്ടയും പാലക്കാടും 2 പ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു എന്നുള്ളതല്ലാതെ യാതൊരു ബന്ധമില്ല. ആ സീറ്റ് അദ്ദേഹം പിടിച്ചു മേടിച്ചു. അവിടെ വന്ന് മത്സരിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ചരിത്ര ഭൂരിപക്ഷം എന്ന് മനോരമ മാതൃഭൂമിക്ക് എഴുതി. അതിനുശേഷമാണ് പുള്ളിയുടെ പല ലീലാവിലാസങ്ങളും പുറത്തു വന്നത്. അപ്പോൾ വേറെ തമാശയുണ്ട്. പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ ചേട്ടൻ മത്സരിക്കാൻ ആഗ്രഹിച്ച സീറ്റാണ്. മുരളീധരന് സീറ്റ് കിട്ടുകയാണെങ്കിൽ നിൽക്കാമെന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൊടുത്തില്ല. അതുപോലെ സ്വയം പേര് പറഞ്ഞില്ല എങ്കിൽ പോലും VT ബലറാമിനും കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ആർക്കും കൊടുത്തില്ല. അങ്ങനെ അവർക്ക് ആർക്കും കൊടുക്കാതെ ഈ സീറ്റ് പിടിച്ചു മേടിച്ചത് രാഹുലിൻ്റെ വൈഭവമാണ്. രാഹുലിന് വേണ്ടി ആ സീറ്റ് പിടിച്ചു വാങ്ങിച്ചു കൊടുത്തതിൽ ഷാഫിയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂർ സീറ്റിൽ VS ജോയി മത്സരിച്ചെങ്കിൽ ജയിക്കുമായിരുന്നു. പക്ഷേ VS ജോയിയെ എന്തോ കാരണവശാൽ ഷാഫിക്ക് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ ആര്യൻ ഷൗക്കത്തിന് നറുക്ക് വീണത് എന്നൊരു കഥ കൂത്തന്മാരുടെ ഇടയിലും മൂത്തവരുടെ ഇടയിലുണ്ട്. അങ്ങനെ വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ആര്? രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും. ഈ 2 വിദഗ്ധന്മാരും ഇങ്ങനെ നടക്കുമ്പോഴാണ് മറ്റേ പുള്ളി ആകെ കുഴപ്പത്തിലാവും. പുള്ളിക്ക് നേരെ മീതെ സ്ത്രീകൾ ആരോപണമായിട്ട് വരും. സതീശൻ്റെ മൂക്ക് ചുമക്കും. അതേ പറയുന്നു രാഹുൽ രാജിവെക്കണം. ഇതുവരെ കേരളത്തിൽ ഒരു MLA രാജിവെച്ച ചരിത്രമല്ല ഈ വിഷയത്തിൽ. പക്ഷേ സതീശൻ ധാർമ്മികതയുടെ ഉസ്താദാണ്. ഉസ്താദല്ല, വെറും ഉസ്താദല്ല, അദ്ദേഹം ഉസ്താദ് ബിസ്മില്ല ഖാനാണ്. ധാർമ്മികത മുൻനിർത്തി
രാഹുൽ രാജിവെക്കണം എന്ന് സതീശൻ പറയും. സതീശൻ്റെ മെഗാഫോണാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അദ്ദേഹവും പറയും. അതോടൊപ്പം ഈ കടത്തൽക്കൂട്ടിൽ കല്ലിട്ട പോലെ സകല കോൺഗ്രസ്സുകാർ, നമ്മുടെ ജോസഫ് വാഴക്കൻ പറയുന്നു, രമേശ് ചെന്നിത്തല പറയുന്നു, കെ മുരളീധരൻ പറയുന്നു, ഷാനിമോൾ ഉസ്മാൻ പറയുന്നു, ജബി മേത്തർ പറയും. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ലാലി വിൻസെൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും പറയും ഇവൻ രാജിവെക്കണം, അവനെ ക്രൂശിക്കുക എന്ന് പറയും. BJPക്കാർ വലിയ സമരം നടത്തും, മാർക്സിസ്റ്റുകാർ അതിലും വലിയ സമരം നടത്തും. അങ്ങനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ കാര്യം കട്ടപ്പുകയാവും എന്ന് ഏതാണ്ട് ഉറപ്പാവും. അപ്പോൾ ഈ കപ്പൽ ഇതാ മുങ്ങാൻ പോവുകയാണ് എന്ന സൈറൻ SOS അടിക്കുകയാണ് AICCയിലേക്ക്. ഇവനെ ഇപ്പോൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയണം, ഇവനെ കൊണ്ട് രാജിവെപ്പിക്കണം, അവനെ കഴുതപ്പുറത്ത് കയറ്റി തല മുണ്ടനം ചെയ്ത് കാക്കപ്പുള്ളി കുത്തി നാട് കടത്തണം, എന്നാലേ കോൺഗ്രസ് രക്ഷപ്പെടും എന്ന ഏകാഭിപ്രായം. അങ്ങനെ ഒരു ഏകാഭിപ്രായം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. അതുണ്ടാകുന്നു. ആ സമയത്ത് AICC ഇവരിപ്പോൾ കാച്ചും, അവരുടെ അടുത്ത് MLA സ്ഥാനം രാജിവെക്കാൻ പറയുന്നല്ലേ എല്ലാവരും വിചാരിച്ചു. പക്ഷേ അതുണ്ടായില്ല. AICC ഈ പ്രശ്നം തല പുകഞ്ഞ് പഠിച്ചു. അവിടെ ഭരണഘടനാ വിദഗ്ധന്മാരും ദുരന്തന്മാരൊക്കെ ഉണ്ട്. അതുപോട്ടെ, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? KC വേണുഗോപാലാണല്ലോ. വേണുഗോപാലിൻ്റെ ഭാര്യ വരെ ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. വേണുഗോപാലിൻ്റെ ഭാര്യ ഇന്ന് വരെ ഏതെങ്കിലും രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞായിട്ട് നമ്മൾ കേട്ടില്ല. അവർ നോക്കിയപ്പോൾ ഇങ്ങനെ ഇത്ര ആൾക്കാരുടെ ഒരു അഭിപ്രായം കിടക്കല്ലേ, നമ്മുടെ അഭിപ്രായം കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചൊരു അഭിപ്രായം പറഞ്ഞാണ്. ഏതായാലും സാക്ഷാൽ ഹൈക്കമാൻഡിൻ്റെ വാമഭാഗം അഭിപ്രായപ്പെട്ടിട്ട് പോലും രാഹുലിനെ അടുത്ത് രാജി ചോദിക്കാൻ AICCക്ക് ധൈര്യം വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് യൂത്തന്മാർ അത്ര കേമന്മാരാണ്. അവർ തല പുകഞ്ഞ് ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു ഇവനെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാം. 6 മാസം കഴിഞ്ഞ് എന്ത് ചെയ്യും? പാർട്ടിയിൽ തിരിച്ചെടുക്കാം. 6 മാസം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയോ തിരിച്ചെടുക്കാതിരിക്കുകയോ ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുന്ന കാര്യം ആലോചിക്കും, കൊടുക്കാതിരിക്കാനാണ് സാധ്യത. ആ കൂട്ടത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്കും സീറ്റ് നിഷേധിക്കും. ഏതായാലും രാഹുലിനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള വീരോചിതമായ തീരുമാനത്തിൽ എത്തി. അപ്പോൾ സതീശൻ ആരായി? സണ്ണി ജോസഫ് ആരായി? മുരളീധരൻ ആരായി? ചെന്നിത്തല ആരായി? ബിന്ദു കൃഷ്ണ ആരായി? ഷാനിമോൾ ഉസ്മാൻ ആരായി? ഉമാ തോമസ് ആരായി? പോട്ടെ, KK രമ ആരായി? ഇവരുടെയൊക്കെ സ്ഥിതി എന്തായി? ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഊത്തന്മാരാണോ മൂത്തവരാണോ കേമന്മാർ? നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പം ഞാനതാണ് പറഞ്ഞ് ഇൻ്റലക്ച്വൽ റബ്ബിഷ് എന്ന് പറഞ്ഞതാണ്. യൂത്തന്മാർ വിവരമില്ലാത്തവരാണ്, ബുദ്ധി കുറഞ്ഞവരാണ്, സാമർഥ്യം കുറഞ്ഞവരാണ്, രാഷ്ട്രീയം അറിയാത്തവരാണ്, ഉണ്ണാമന്മാരാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ ഇളിഭരെ. യൂത്തന്മാരെന്ന് വെച്ചാൽ ചില്ലറക്കാരൊന്നുമല്ല. എന്തിന്? അതല്ലേ തമാശ. നമ്മുടെ മൗദൂദി ചാനലാണ് ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്. ഷാഫി മതേതരനാണ്. പക്ഷേ അദ്ദേഹം പാലക്കാട്ട് ആദ്യമായിട്ട് KK ദിവാകരനെതിരെ മത്സരിച്ച അന്ന് മുതൽക്ക് ഈ മാധ്യമവും പത്രവും ജമാഅത്തെ ഇസ്ലാമിയും പുള്ളിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഷാഫിയുടെ പുറകിൽ എപ്പോഴും കാവൽ മാലാഖയായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഷാഫി വടകര എന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അടുപ്പൂട്ടി ചർച്ചക്കാർ കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് ഷാഫിയുടെ വിജയം ഉറപ്പാക്കി. അല്ലെങ്കിൽ ഷാഫി ജയിക്കുമായിരുന്നു, അത് വേറെ. ഷാഫി ജയിക്കേണ്ട സ്ഥാനാർത്ഥിയുമാണ്. പക്ഷേ ഇവർ അദ്ദേഹത്തിനൊരു സംരക്ഷണ കവചം ഒരുക്കിയിട്ടുണ്ട്. ആ മൗദൂദി ചാനൽ അടുപ്പൂട്ടിയിട്ട് എന്ത് പറഞ്ഞു? ഞാനതാ പറയാൻ വന്നത്. മൗദൂദികൾ വലിയ വീരന്മാരാണ്, ബ്രഹ്മാവിൻ്റെ ബ്രഹ്മ വെച്ചവരാണ് നമുക്കറിയാം. പക്ഷേ മൗദൂദി ചാനൽ പോലും ഷാഫി ഉപദേശിച്ചത് രാഹുലിനെ ചുമക്കാവുന്നിടത്തോളം ചുമന്ന് ഇനി ചുമക്കരുത്, ഇനി രാഹുലിനെ ചുമക്കാൻ നോക്കിയാൽ ഷാഫിയുടെ കാര്യം കട്ടപ്പുകയാവും എന്നാണ് അടുപ്പൂട്ടി ചർച്ചക്കാർ ഉപദേശിച്ചത്. എന്നിട്ട് എന്തായി? ഈ അടുപ്പൂട്ടി ചർച്ചക്കാരുടെ അവസ്ഥ എന്തായി? അവർ അടുപ്പിൽ വെള്ളം വീണ് നനഞ്ഞ് കുതിർന്നു പോയി. അടുപ്പ് ഇനി കത്തുകയില്ല. അടുപ്പിലെ വിറക് തീയെല്ലാം കെട്ടുപോയി. ഇനി ഒരുപാട് ആൾ വെയിലത്ത് വെച്ചാലേ ഇവരുടെ അടുപ്പ് കത്തുകയുള്ളൂ. അപ്പോൾ അടുപ്പൂട്ടി ചർച്ചക്കാരെക്കാൾ ബുദ്ധി ആർക്കുണ്ട്? യൂത്തന്മാർക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പഴയ കാലമൊക്കെ പോയി. SFIക്കാർ അല്ലെങ്കിൽ DYFIക്കാർ, AISFകാർ, AIYFകാർ, CPIക്കാർ, CPMകാരാണ് ബുദ്ധിമാന്മാരെന്ന് ആരെങ്കിലും വിചാരിച്ചെങ്കിൽ അത് തെറ്റിപ്പോയി. ഇവർക്ക് ആർക്കും ഇത് പറ്റുകയില്ല. യൂത്തന്മാരാണ് സത്യത്തിൽ ഏറ്റവും കേമന്മാർ. അപ്പോൾ ഇതിനാണ് നമ്മൾ ബട്ടർ റസലിൻ്റെ ഭാഷ പറഞ്ഞ ഇൻ്റലക്ച്വൽ റബ്ബിഷ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.